പുതുപൊന്നാനി എം.ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ബി.എഡ് കോളേജും സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഹൈവേക്ക് കുറുകെയുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ ഡിസൈൻ മാറ്റം നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചു. കെ.പി. നൌഷാദ് അലി എം.എൽ.എയും നാഷണൽ ഹൈവേ അതോറിറ്റി റീജിയണൽ ഓഫീസർ കേണൽ ജാൻബാസും തിരുവനന്തപുരത്ത് ഹൈവേ അതോറിറ്റി ആസ്ഥാനത്ത് നടത്തിയ ചർച്ചയിലാണ് ഡിസൈൻ ഭേദഗതിക്ക് അംഗീകാരമായത്. മൗനത്തുൽ ഇസ്ലാം സഭ ജനറൽ സെക്രട്ടറി എം അബ്ദുസ്സമദ്, റാഷിദ് ഹുദവി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നാഷണൽ ഹൈവേ അതോറിറ്റി മേൽപ്പാലം അനുവദിക്കുന്നത് 30 മീറ്റർ വീതിയിൽ സ്ഥലം ലഭ്യമാകുന്ന ഇടങ്ങളിലാണ്. പുതുപൊന്നാനിയിൽ 16 മീറ്റർ മാത്രമാണ് ലഭ്യമായത്. അതോടെ അനുമതി ലഭിച്ചെങ്കിലും മേൽപ്പാലം സാധ്യമാക്കാനായില്ല. ഈ കുരുക്കാണ് ലോഗ് ലെഗ്ഡ് സ്റ്റൈൽ മാതൃകയിൽ 16 മീറ്ററിൽ ചുരുങ്ങിയ സ്ഥലത്ത് പാലം സാധ്യമാക്കുന്ന ഡിസൈനിലേക്ക് മാറ്റി അനുവാദം നേടിയെടുത്തത്. ഈ കുരുക്കാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റൈൽ മാതൃകയിൽ 16 മീറ്ററിൽ ചുരുങ്ങിയ സ്ഥലത്ത് പാലം സാധ്യമാക്കുന്ന ഡിസൈനിലേക്ക് മാറ്റി അനുവാദം നേടിയെടുത്തത്. അപകടം തുടർക്കഥയാകുന്ന പുതുപൊന്നാനി ഹൈവേയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും മേൽപ്പാലം അനുഗ്രഹമാകും. കേരളത്തിൽ ആദ്യമായാണ് നാഷണൽ ഹൈവേ അതോറിറ്റി മേൽപ്പാല നിർമ്മാണത്തിന്റെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നത്. ഇതോടെ സ്ഥല അപര്യാപ്തതയിൽ കുരുങ്ങി തടസ്സപ്പെട്ടു കിടക്കുന്ന നിരവധി ഫൂട്ട് ഓവർ ബ്രിഡ്ജുകൾക്ക് ശാപമോക്ഷമാവും.